സന്തോഷമുണ്ട് ഈ വേദിയിൽ എത്തിച്ചേർന്നതിന്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, ഗുരുവായൂരപ്പന് വേണ്ടി സ്വാമിജിയെ യജ്ഞവേദിയിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് സ്വാമിജിയുടെ ഭാഷണത്തിനായിട്ട് നമുക്ക് കാതോർക്കാം. ഹരി ഓം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. വളരെ സന്തോഷമുണ്ട് ഈ ഒരു വേദിയിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരു അനുഗ്രഹമാണത്. ഭാഗവതത്തിൻ്റെ അലയടികൾ, അതും വൈകുണ്ഠ ഏകാദശിയുടെ ആ നിറലിലിങ്ങനെ ഗുരുപ്പൻ്റെ ശാരത്തും ഓരോരുത്തർക്ക് ഇരുന്നിങ്ങനെ വായിക്കാൻ സാധിച്ച സുഹൃതികളായ നിങ്ങളെ നമസ്കരിക്കുന്നു. ഏറെ ആദരണീയനായ വാചാവാദ്യ ശ്രീ സുബ്രഹ്മണ്യജി, ധാരാളം അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പല വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പം ഭാഗവതങ്ങളുമായി പഠിക്കുന്നത് അടുത്തു നിന്നാണ്, ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. പിന്നീട് എറണാകുളത്ത് സപ്താഹം നടക്കുമ്പോഴാണ് എന്നോട് പറഞ്ഞ സ്വാമിക്ക് വരാൻ സാധിക്കും. ഞാനാണെങ്കിൽ ഇന്നലെ ബോംബെ പ്രോഗ്രാം, അങ്ങനെ നല്ല തിരക്കിലാണ് എത്തിയത്. ഇന്നലെ കഴിഞ്ഞ ആറാട്ടുപുഴ ഹിന്ദു കൺവെൻഷൻ ഉദ്ഘാടനം, പിന്നെ അത് കഴിഞ്ഞ് പ്രോഗ്രാം, പിന്നെ രാവിലെ ഇത് കഴിഞ്ഞ് വേണം കൊല്ലത്തേക്ക് പോകാൻ. അപ്പോൾ അതുകൊണ്ട് അവിടെയാണെങ്കിൽ 4 മണിക്ക് വലിയ റിസപ്ഷനും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് സമയം നമുക്ക് ചെലവഴിക്കാം. ഇതൊരു ഭാഗ്യമാണ്, സുഹൃതമാണ്, അനുഗ്രഹമാണ്. ഈ കലിയുഗത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടമായ രീതിയിൽ, അതായത് നമുക്ക് ഇണങ്ങുന്ന രീതിയിൽ വഴി തെളിയിക്കാൻ, നയിക്കാൻ ഒരാളെ കിട്ടുക എന്നതാണ്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനന് കൃഷ്ണനെ കിട്ടിയതുപോലെയാണ് നിങ്ങൾക്ക് വാചവാദ്യർ ശ്രീ സുബ്രഹ്മണ്യൻജിയെ കിട്ടിയിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു ലളിതമായി കാര്യങ്ങൾ മനസ്സിലാക്കി. കാരണം സംസ്കൃത ഭാഷ എളുപ്പമല്ല. അത് നിങ്ങളിൽ 90% ആളുകൾക്കും സംസ്കൃതമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് എൻ്റെ ഉറപ്പ്. സംസ്കൃതം പഠിച്ചവരിതിൽ എത്ര പേരുണ്ട്? സംസ്കൃതം പഠിച്ചൊക്കെ 4-5 പേരേ ഉള്ളൂ. ഇദ്ദേഹം സുബ്രഹ്മണ്യൻജി പഠിച്ചില്ലേ? ഞാനും പഠിച്ചിട്ടില്ല. ഞാൻ സംസ്കൃതം പഠിച്ചിട്ടല്ല ഈ ഫീൽഡിൽ വന്നുള്ളൂ. അതെനിക്ക് എൻ്റെ നാവിൽ വഴങ്ങില്ല. ഞാനുള്ള സത്യം പറയാം, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അച്ഛൻ കമ്പൽസറി സംസ്കൃത ക്ലാസ്സിൽ കൊണ്ട് ചേർത്തി. ആ ടീച്ചർ ആദ്യം തന്നെ വനസ്പതി പതി, ആസ്പതി, ഈസ്പതി, ആത്മനേപതി, പരസ്പതി എന്നൊക്കെയുള്ള ചില ടെക്നിക്ക് വാക്കുണ്ട്. ഞാൻ അവിടെ നിന്ന് മുങ്ങി മലയാളം ക്ലാസ്സിൽ പോയിരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ അറിയുന്നത് ഞാൻ സംസ്കൃതമായിട്ട് കുലബന്ധം പോലും ഇല്ല എന്ന്. അച്ഛന് ഭയങ്കര കലി വന്നു. എന്നോട് പറഞ്ഞു, അങ്ങനെ ശരിയായ ടീച്ചറോട് പറഞ്ഞു, ഞാൻ അവിടെ തന്നെ ഇരുത്തണം. ഞാൻ പോയില്ല. വീണ്ടും ഞാൻ ഈ വേദാന്തം ഫിലോസഫി പഠിക്കുമ്പോൾ വീണ്ടും സംസ്കൃതം കമ്പൽസറി ആയിട്ട് അവർ വെച്ചിരുന്നു. ഞാൻ സ്വാമിജിയോട് പറഞ്ഞു, ആചാര്യനോട് പറഞ്ഞു, സ്വാമി അത് മാത്രം കമ്പൽസറി ആക്കരുത്, ഉപദ്രവിക്കരുത്. അപ്പോൾ സ്വാമി 5-6 പേർക്ക് എക്സംഷൻ തന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുന്നാൽ മതി. പിന്നെ ഞാനൊക്കെ പഠിച്ച പ്രൊഫഷണൽ കോളേജിൽ സ്ഥിരം ക്ലാസ് കട്ട് ചെയ്തത് പ്രമുഖനായതുകൊണ്ട് അത്തരം ക്ലാസ്സുകൾ കട്ട് ചെയ്യാൻ ഒരു മടിയില്ല. സത്യം തുറന്നു പറയുന്നതെല്ലാം. കാരണം എന്താണെന്നറിയില്ല, നമ്മുടെ ടേസ്റ്റിൽ വരുന്നില്ല അത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സംസ്കൃതം അറിയാത്ത നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിൽ ഭാഗവതത്തെ വിളമ്പിത്തരുന്നതിൽ സുബ്രഹ്മണ്യൻജി വലിയ വിജയം കൈവരിച്ചിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് എ ഈസി തിങ്. ഇനി നമ്മൾ ഈ ഭാഗവതം വായിച്ച് പഠിക്കുമ്പോൾ നിങ്ങളുടെ ആ കമ്മിറ്റ്മെൻറ്റ്, നിങ്ങളുടെ ആ സിൻസിയറിറ്റി ഞാൻ കാണുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്തിനാണ് നമ്മൾ ഈ ഭാഗവതം വായിക്കുന്നത്. നേരത്തെ സ്വാമി ജനകീയനാണെന്നൊക്കെ പറഞ്ഞതുപോലെ കാലാനുസൃതമായിട്ട് ഭാഗവതത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. മീൻസ് നമ്മുടെ ലൈഫുമായിട്ട് ഭാഗവതത്തെ കണക്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഇതിനെ പുരാണം എന്നൊരു വാക്ക് ഉപയോഗിച്ചത്. പുരാണം എന്ന വാക്കിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുരാ പ്ലസ് നവം ഇതി പുരാണം, പുരാ നവം ഇതി പുരാണം എന്ന് പറയും. അതിൻ്റെ നമ്മളൊന്ന് അതിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് പുരാ ദ സ്റ്റോറി ലുക്സ് ഓൾഡ് എന്നാണ്. ഇതിൻ്റെ കഥകൾ പഴയതാണ്. പക്ഷേ ഇതിന്റെ നവം മീൻസ് ഈ കാലഘട്ടത്തിനനുസൃതമാകുന്ന രീതി നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, ഇതിൽ നിന്ന് വേണ്ടുന്ന എക്സ്ട്രാക്ട്, അതിന്റെ രസം, പിബത ഭാഗവത രസം, ഈ രസത്തെ എങ്ങനെ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോഴാണ് ഈ ഭാഗവതം നമുക്ക്
പ്രായോഗികമാകുന്നത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും പരീക്ഷിത്തുമാരാണ്. ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും പരീക്ഷിത്തുമാരാണ്. ഈ പരീക്ഷത്തിന് ഭാഗവത് ഉപദേശിച്ചു എന്ന് പറയുമ്പോൾ എന്തിനാണ് പരീക്ഷത്തിന് ഭാഗവത് ഉപദേശിച്ചത്? കാരണം പരീക്ഷത്തിനെ സംബന്ധിച്ച് വലിയ ക്രൈസിസിലൂടെ, മരണമെന്നൊരു ക്രൈസിസിലൂടെ അദ്ദേഹം കടന്നു പോവുകയാണ്. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊക്കെ പരീക്ഷത്തിന്റെ 7ാമത്തെ ദിവസമാണ് തക്ഷകൻ കടിക്കുന്നതെങ്കിൽ നമ്മളെ ഓൾറെഡി തക്ഷകൻ കടിച്ചു കഴിഞ്ഞു. നമ്മളെല്ലാവരെയും തക്ഷകൻ തൊട്ട് കഴിഞ്ഞു. നമ്മുടെ ഉള്ളിലൊക്കെ വിഷമുണ്ട്. അത് ചില വിഷം കൂടുമ്പോഴാണല്ലോ ബോച്ചയായാലും പീച്ചയായാലും ജയിലിൽ പോകുന്നത്. അപ്പം എല്ലാവരുടെ ഉള്ളിലും ചില വിഷമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതെൻ്റെ ഉള്ളിലുമുണ്ട്. അതാണ് പൂന്താനം വളരെ ലളിതമായി പാടിയത്. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളിലേറിയ മന്നനെ തോളിൽ മറാപ്പ് കയറ്റുന്നതും ഭവാൻ. ഈ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലിരുന്ന് പാടിയ വരികളല്ലേ ഇത്? അപ്പം എല്ലാവരുടെ ഉള്ളിലും ഈ വിഷം പല രൂപത്തിലാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ ഈ വിഷം ഏത് രൂപത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കാമമുണ്ട്, ക്രോധമുണ്ട്, അറ്റാച്ച്മെന്റ് ഉണ്ട്, കുടുംബ ബന്ധങ്ങളുടെ അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇങ്ങനെ പലതും നമ്മുടെ ഉള്ളിൽ സ്വാർത്ഥതയും അഹങ്കാരവും ക്രോധവും തുടങ്ങി സംശയവും ഭയവും അങ്ങനെ കിടക്കുകയാണ് വിഷത്തിന്റെ തോത്. ഇതെല്ലാം പലപ്പോഴുമായിട്ട് പൊങ്ങി വരും. ഇപ്പം നിങ്ങളാരും അറിയുന്നില്ല പല കാര്യങ്ങളും. നമ്മളിപ്പോൾ ഒരു ഓളത്തിലും താളത്തിലും അങ്ങനെ പോവുകയാണ്. അതായത് ആനയെ വെച്ചുകൊണ്ടുള്ള പൂരപ്പറമ്പിൽ മേളവും ആനയുടെ ചന്തവും എല്ലാം കാണുമ്പോൾ അതിങ്ങനെ ഒഴുകുമ്പോഴാണ് ഏതെങ്കിലും ഒരു ആന കഴിയുന്നതും ബഹളമുണ്ടാക്കുന്നത് ആരും അറിയില്ല ആന കഴിയുന്നത് എന്നതുപോലെ നമ്മളിങ്ങനെ കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്ത് അപ്പോഴാണ് ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് പലരും ജീവിതത്തിൽ ചോദിക്കുന്നത് എന്തേ എനിക്കിങ്ങനെ ഒരു അനുഭവം. അതായത് വിഷം ഏറ്റു നടത്തം, ആള് തളർന്നുപോയി, ആള് മാനസികമായി തകർന്നുപോയി. ഈ തളർച്ചയും തകർച്ചയുമാണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന തക്ഷകദംശനം. എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. ഉണ്ടാവില്ലയോ? ഉണ്ടാവില്ലയോ? പറയൂ. അപ്പൊ ഇത് നമുക്ക് മുൻകൂട്ടി കാണണം. ഒരു ദിവസം നമ്മളും ഒറ്റപ്പെടാം, ഒരു ദിവസം നമുക്കും ചില പ്രശ്നങ്ങൾ വരാം. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് സ്വാമിജി എന്നെ അറിയുന്നൊരു പാർട്ടിയാണ്, 4ാമത്തെ കിമോനാണ് പോകുന്നത്, അനുഗ്രഹം ഉണ്ടാവണം, ശക്തി ഉണ്ടാവാൻ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ തക്ഷകൻ ഒരു രീതിയിൽ അവരെ ഏറ്റിരിക്കുകയാണ്. ഇപ്പം എനിക്കും ഉണ്ടാവും തക്ഷകൻ, എൻ്റെ ഉള്ളിലും ഉണ്ടാവും. ഇങ്ങനെ പല ജീവിതത്തിൻ്റെ പ്രതിസന്ധികളായിട്ടും പ്രയാസങ്ങളായിട്ടും ദുഃഖങ്ങളായിട്ടും വേദനകളായിട്ടും ഒക്കെ തക്ഷകൻ നമ്മുടെ കൂടെ വരുമ്പോൾ അതിൻ്റെ തീവ്രത നമ്മളെ ബാധിക്കാത്ത വിധത്തിൽ കടന്നു പോകണം. വേണ്ടേ? വേണ്ടയോ? ഇവിടെയാണ് ഭാഗവതം നമുക്ക് തരുന്ന ഒരു കരുത്ത്, ഉൾക്കരുത്ത്. ഭാഗവതം ആക്ച്വലി ഒരു ഫിലോസഫിയാണ്, വേദാന്ത സാരമാണ്. ഇവിടെ ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ തളരുന്നു, ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ എന്തുകൊണ്ടാണ് തളരുന്നത്? അനുഭവം കൊണ്ടല്ല. കാരണം പ്രകൃതി എന്ന് പറയുന്നത് പ്രകൃതിയുടേതായ നിയമങ്ങളുണ്ട്. ഒരു മാവ് പൂത്തു കഴിഞ്ഞാൽ തളിരിലകൾ താഴോട്ട് വീഴുമ്പോൾ ആ മാവിനും ഉണ്ടായിരിക്കും ഒരു ദുഃഖം. മാവ് ചോദിക്കും, സാധാരണ മൂത്ത് പഴുത്ത് അല്ലേ അങ്ങനെയല്ലേ ഇല വീഴാൻ പാടുള്ളൂ, ഇതെന്താ തളിരില വീണിരിക്കുന്നത്? അതാണ് പ്രകൃതി. അപ്പം പ്രകൃതിയെ സംബന്ധിച്ച് ജനനവും മരണവും അതിൻ്റെ ഭാഗമാണ്. പ്രകൃതിയെ സംബന്ധിച്ച് രാവും പകലും അതിൻ്റെ ഭാഗമെന്ന് പറഞ്ഞ പോലെ കൂടിയിരിക്കണം, വേർപിരിയണം. അപ്പം നിങ്ങൾ പല ഭാഗത്തു നിന്നും വന്നവരാണ്. 2 3 4 ദിവസം, എത്ര ദിവസം പ്രോഗ്രാം? 3 ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് പോകണം. ഇങ്ങനെ കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരുമിച്ചിരിക്കുന്നു, വേർപിരിയുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതം കടന്നു പോകുമ്പോൾ ഇതിനെ അതിൻ്റെ ലാഘവത്തോടെ കാണണമെങ്കിൽ, ഈസിനെസ്സിൽ കാണണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അത്രയും ഒരു മനോബലം വേണോ? ഇപ്പം ജീവിതത്തിൽ തളരുന്നത് അനുഭവം കൊണ്ടല്ല, ദൗർബല്യം കൊണ്ടാണ്. ഇതാണ് നമ്മൾ ഇവിടെ ഇരുന്ന് പഠിക്കേണ്ടത്. എന്തുകൊണ്ടാണ് തളരുന്നത്? മനോദൗർബല്യം. ഇതാണ് കൃഷ്ണൻ ഗീതയിൽ അർജുനനോടും പറഞ്ഞു കൊടുക്കുന്നത്. അർജുന, നീ തളരുന്നതിന് കാരണം ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തവുത്തിഷ്ടപരം തപ. നിന്റെ മനസ്സിൻ്റെ ദൗർബല്യം കൊണ്ടാണ് നീ മാനസികമായി തളരുന്നത്. പൂന്താനത്തിൻ്റെ പുത്രൻ മരിച്ചപ്പോൾ പൂന്താനം അതുകൊണ്ടാണ് പാടിയത്, ഞാൻ തളരുകയില്ല കൃഷ്ണ,
കാരണം ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. പൂന്താനം ഈ ഒരു തലത്തിൽ എത്തുമ്പോൾ ഓർക്കണം, പണ്ട് കുന്തിദേവി അവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ നിങ്ങൾ വായിക്കും, കുന്തിദേവി കൃഷ്ണനോട് പറയുന്നത്, കാണുമ്പോൾ പറയുന്നത്, ആ ശ്ലോകം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു ശ്ലോകമുണ്ട് അല്ലേ? പ്രഥമ സ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ കുന്തി സ്തുതിയിൽ വരുന്നൊരു ശ്ലോകമുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒന്ന് ഉറക്കെ പറയൂ. നമസ്തേ പുരുഷധ്വാദി എന്നുള്ള തുടക്കം. ഞാൻ ചോദിക്കുന്ന, കുന്തിദേവി സ്പെസിഫിക്കലി പറയുന്ന ഒരു ശ്ലോകമുണ്ട്. വിപദസന്തുനശ്ശത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യസ്യാല പുനർഭവ ദർശനം. ഹേ കൃഷ്ണ, ഇനിയും വിപത്തുക്കൾ വരാനുള്ളതൊക്കെ വരട്ടെ, ഒന്നും വഴിയിൽ നിൽക്കണ്ട. പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്, വരാനുള്ളതൊന്നും വഴിയിൽ നിൽക്കലേ, വരട്ടെ. പക്ഷേ കൃഷ്ണ, ഞാൻ അതിലൊന്നും തളരുകയില്ല. കാരണം ഭവതോ ദർശനം, ആ ഉള്ളിൽ ആ ഭഗവാന്റെ ഒരു ശക്തി, അനുഗ്രഹം, ദർശനം, ആ സുഹൃതം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ഭാഗവതം വായിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താ അറിയോ? നിങ്ങളറിയാത്ത ഒരു മാറ്റമുണ്ടാവുകയാണ്. ഒരു കോഴി അതിൻ്റെ മുട്ടയിൽ ഇരുന്നിരുന്ന് ആ മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളാവുന്ന പ്രക്രിയ പലരും ഇല്ലേ, പക്ഷിക്കുഞ്ഞുങ്ങളൊക്കെ പ്രാവിൻ്റെ കുട്ടികളായാലും കണ്ടിട്ടുണ്ടാവും. നമ്മൾ വീടുകളിലൊക്കെ തന്നെ പ്രാവ് മുട്ടയിട്ടിട്ട് അതിൻ്റെ മുകളിൽ കടയിരുന്ന് ഇല്ലേ കണ്ടിട്ടുണ്ടാവും, കോഴിയായാലും പ്രാവായാലും ശരി. ഇതേപോലെ നിങ്ങൾ ഇവിടെ ഇരുന്ന് ഭാഗവതത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങളുടെ ക്ഷുദ്രമായ മനസ്സ്, ദുർബലമായ മനസ്സ് ദൈവീക മനസ്സായി, കരുത്തുള്ളൊരു മനസ്സായി പരിവർത്തനം വരുന്നുണ്ട്. ഭാഗവതം ഒരു മൊബൈൽ റീചാർജർ പോലെയാണ്. മൊബൈൽ ചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങളറിയാതെ നിങ്ങൾ മൊബൈലിലേക്ക് ചാർജ് കയറി 80%, 90%, 100% ഇന്ന് ചാർജ് ഫുൾ എന്ന് പറയുന്ന പോലെ 3 ദിവസം കൊണ്ട് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് വിളിച്ച് പറയും ചാർജ് ഫുൾ. ഈ ചാർജായിട്ടാണ് പിന്നീട് നിങ്ങൾ വീടുകളിലേക്ക് പോകുന്നത്. അപ്പോൾ മനസ്സിൽ അത്രയും ഒരു ദൈവീകമായ ശക്തി നിങ്ങളറിയാതെ കയറി നിങ്ങളുടെ മനസ്സിനെ അത് കരുത്തുള്ളതാക്കി, ഊർജമുള്ളതാക്കി, ഉന്മേഷമുള്ളതാക്കി, ഉത്സാഹമുള്ളതാക്കി. അങ്ങനെ നമ്മൾ കടന്ന് പോകുമ്പോൾ ഒരു കാലത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഈശ്വരൻ എന്ന് പറയുന്നത് ആരാണെന്ന്. ഇപ്പോൾ നമ്മളൊക്കെ ഭൂരിപക്ഷ ആളുകളുടെ വിചാരം ആ വിഗ്രഹമാണ് കൃഷ്ണൻ എന്നാണ്. നിങ്ങളിങ്ങനെ ഭാഗവതത്തിലൂടെ കടന്നുപോയി പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈശ്വരൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യവും നമുക്ക് കിട്ടുന്ന ജീവിതത്തിൽ ഭഗവാനെ സ്മരിക്കാൻ സാധിക്കുന്ന കഴിവും കരുത്തുമാണ് ഈശ്വരൻ. എപ്പോഴൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഭഗവാനെ സ്മരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യവും കഴിവും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, ആ കഴിവും കരുത്തുമാണ് ഈശ്വരൻ. കാരണം ഓപ്ഷനുണ്ട്. ഒന്നുകിൽ ഇതിലേക്ക് തിരിയാം, അല്ലെങ്കിൽ വേണ്ടാത്തതിൽ തന്നെ മനസ്സ് വെച്ച് അത് തന്നെ ഓർത്ത് ജീവിക്കാം. ഉണ്ടോ ഇല്ലയോ? മനുഷ്യർക്ക് എല്ലാവർക്കും ആ ഓപ്ഷനുണ്ട്. കൃഷ്ണൻ യുദ്ധത്തിന് മുമ്പ് പറയുന്നൊരു കാര്യമുണ്ട്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്വീകരിക്കാൻ ക്ഷണിക്കാൻ വന്ന ദുര്യോധനനോടും അർജുനനോടും പറയുന്നൊരു കാര്യമുണ്ട്. ഒന്നുകിൽ എന്നെ സ്വീകരിക്കാം, അല്ലെങ്കിൽ എൻ്റെ സൈന്യത്തെ സ്വീകരിക്കാം. ഇല്ലേ, ഇങ്ങനെ ഒരു ചോദ്യം വെച്ചിട്ടില്ലേ? അപ്പം ദുര്യോധനൻ ചോദിച്ചു, ആയുധമൊന്നും എടുക്കാത്ത നിന്നെ കിട്ടിയിട്ട് ഇപ്പം എന്ത് കാര്യമാണെന്ന്. നീ ആയുധം എടുക്കില്ലല്ലോ കൃഷ്ണ, അങ്ങനെയുള്ള നിന്നെ കിട്ടിയിട്ട് എനിക്ക് എന്താ കാര്യമെന്ന്. ഭഗവാൻ പറഞ്ഞു, ഞാൻ ആയുധം എടുക്കില്ല. അങ്ങനെയുള്ള എന്നെ വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ സൈന്യത്തെ ഓപ്റ്റ് ചെയ്യാം. ദുര്യോധനൻ സൈന്യത്തിൻ്റെ എണ്ണം നോക്കാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് ദുര്യോധനൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ വേണ്ട, ആരെ മതി? സൈന്യത്തെ മതി എന്ന്. എന്നാൽ അർജുനൻ പറഞ്ഞു, അങ്ങ് ആയുധമെടുത്തില്ലെങ്കിലും എനിക്ക് വേണ്ടത് കൃഷ്ണനെയാണ്. ഇതേപോലെയാണ് ഇപ്പം നിങ്ങളിവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് കുടുംബമുണ്ട്, പലതരം പ്രാരബ്ധങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുമ്പോഴും നിങ്ങൾ പലതും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും നിങ്ങൾ ഭാഗവതത്തെ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓപ്റ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ്, നിങ്ങളുടെ കഴിവാണ്, നിങ്ങളുടെ ശക്തിയാണ് ഈശ്വരൻ നിങ്ങളുടെ കൂടെയാണ്. അത് മനസ്സിൽ ഉറപ്പിക്കണം. ഭഗവാനെ അന്വേഷിച്ച് നിങ്ങൾ അങ്ങോട്ടും പോകണ്ട, എവിടേക്കും പോകേണ്ട കാര്യമില്ല. ഭഗവാൻ നിങ്ങളുടെ കൂടെ വരികയാണ്. ഭാഗവതം ഉണ്ടോ അവിടെ ഭഗവാൻ ഉണ്ട്. ഞാനുള്ള സത്യം പറയാണ്, ഞാൻ അനവധി ക്ഷേത്രങ്ങളിൽ സപ്താഹം നടത്തുന്ന ആളാണ്. പക്ഷേ അവിടെ തൊഴുത് കിട്ടുന്ന സുഹൃതത്തേക്കാൾ ഏറ്റവും വലിയ സുഹൃതം എന്ന് പറയുന്നത് ഈ ഭാഗവതം കേൾക്കുകയും ഭാഗവതം പറയുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഭൂതി ഉണ്ടല്ലോ, അതിനും വലിയൊരു ദർശന സുഖം വേറെയില്ല.
അത് അവനവൻ്റെ ഉള്ളിൽ തന്നെ കിട്ടുന്നൊരു സുഖം. കുറേ കഴിഞ്ഞാൽ ആ ഉള്ളിൽ നിങ്ങൾക്ക് ബോധ്യം വരും, ഇതാണ് ഭഗവാൻ, ഇതാണ് ഗുരുവായൂരപ്പൻ. അപ്പം അങ്ങനെ ഗുരുവായൂരപ്പൻ ഉള്ളിൽ ഇങ്ങനെ നടനമാടുകയാണ്. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുകയാണ്. ആ കളിക്കുന്ന സമയത്ത് അച്യുതാ ചിത്തത്തിൽ അച്യുതാ പന്തലിട്ടു, അങ്ങനെയല്ലേ എഴുത്തച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത്. ചിത്തത്തിൽ അച്യുതാ കളിപ്പന്തലിട്ടു വിളയാടിയിടുക എൻ മനസ്സി നാരായണായ നമഃ. ഇപ്രകാരം നമ്മുടെ ഉള്ളിൽ ഭഗവാൻ ലീലയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നൊരു കാര്യമുണ്ട്. ഭഗവാൻ ഗോപികമാരത്തുള്ള രാസലീല ആടിക്കഴിഞ്ഞപ്പോൾ ആ ഗോപികമാരുടെ ഭക്തി അത്ര നിഷ്കളങ്കമായ ഭക്തി. ഭഗവാൻ പറയാണ്, നപ്പാരെ, നിങ്ങൾ രാസലീല ഭാഗം വായിക്കുമ്പോൾ കാണാൻ പറ്റുന്ന ശ്ലോകം, നപ്പാരയേഹം നിരവധ്യ സംയുജാം സ്വസ്വാദ് കൃത്യം വിബുധായുഷാം വാ. ഏ ഗോപികമാരെ, നിങ്ങളീ കാണിക്കുന്ന നിങ്ങളുടെ ഈ നിഷ്കളങ്കമായ അർപ്പണത്തോടു കൂടിയ ആ സത്യമായ ഭക്തി ഉണ്ടല്ലോ, നിങ്ങളുടെ അത്രയും കൃഷ്ണനിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ഭക്തിക്ക് ഞാൻ 1000 ജന്മമെടുത്താൽ പോലും ഞാൻ അതിന് പരിഹാരം ചെയ്യാൻ കഴിവുള്ളവനാവില്ല. കൃഷ്ണന് പോലും പരിഹാരം ചെയ്യാൻ പറ്റാത്ത അത്രയും ആ ഒരു സേവനം ചെയ്തവരായിരുന്നു ആര്? ഗോപികം. കാരണം യാ ദുർജരഗേഹ ശൃംഖലാൻ, ഗൃഹത്തിൻ്റെ ഉള്ളിലിരുന്ന് ഗൃഹജീവിതത്തിൻ്റെ എല്ലാ ഒട്ടലുകളിലും ഇരുന്ന് അതൊക്കെ ഒന്ന് മറന്ന് സംവൃച്ച് അതൊക്കെ വിട്ടുകൊണ്ട് നിങ്ങൾ ഈ ഭക്തിയിലേക്ക് വന്നിരിക്കുന്നത്, ഈ സുഹൃതത്തിലേക്ക് വന്നിരിക്കുന്നത്, ഞാൻ ഒന്നേ പറയുള്ളൂ ഗോപികമാരെ, നിങ്ങളുടെ ഭക്തി തന്നെ നിങ്ങളെ ദൈവീകമാക്കി അനുഗ്രഹിക്കട്ടെ എന്ന് ഭഗവാൻ അവസാനം പറയുന്നത് അതാണ്. നിങ്ങളുടെ ഭക്തി തന്നെ തദ്വാ പ്രതിയാതു, നിങ്ങളുടെ ആ ഭക്തി തന്നെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ഭാഗവതം കൊണ്ടു നടന്ന് അവസാനം നിങ്ങൾ എന്തായിത്തീരുന്നറിയോ? നിങ്ങളെ ഗുരുവായൂരപ്പനായിത്തീരും. നിങ്ങൾ തന്നെ ഗുരുവായൂരപ്പനായിത്തീരും. അപ്പം നിങ്ങളിപ്പോൾ ഗുരുവായൂരപ്പനായിത്തീരുന്ന ഒരു പരിണാമത്തിലാണ്. അത് നിങ്ങൾ എത്ര പേര് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഭാഗവതത്തിൽ ഒരു ഉദാഹരണം പറയും കൃഷ്ണൻ. 24 ഗുരുക്കന്മാരുടെ ഉദാഹരണം പറയും. വേട്ടാളൻ്റെ ഒരു ഉദാഹരണം പറയും. കേട്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും വേട്ടാളൻ്റെ ഉദാഹരണം? അതായത് ഈ വേട്ടാളൻ എന്നൊരു വർഗം നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ മണ്ണ് കൊണ്ട് ചെറിയ കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് കണ്ടില്ലേ? ഈ വേട്ടാളൻ ഒരിക്കലും കുഞ്ഞുങ്ങളുണ്ടാവില്ല. എത്ര എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചില്ല. അതുപോലെ ബയോളജി പഠിച്ചവരോട് ചോദിക്കണം. കുഞ്ഞുങ്ങളുണ്ടാവില്ല, അതിനങ്ങനെയാണ് അത് ജന്മം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്ത് ചോദിച്ചാൽ കുഞ്ഞിനെ മോഷണം ചെയ്യുന്നതിൽ എക്സ്പേർട്ടാണെന്ന് പറയുന്നത്. ഈ കുട്ടികളെ മോഷിച്ചു കൊണ്ടുപോകുന്നില്ല. ഈ വേട്ടാളനെ എവിടെന്നെങ്കിലും ഏതെങ്കിലും പുഴുവിനെ കട്ടുകൊണ്ടുപോകും, എന്നിട്ട് അതിനെ മൺകൂട്ടിലേക്കാക്കി അതിൻ്റെ ഉള്ളിലേക്കാക്കും. അപ്പം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ പാവം പുഴു അതിൻ്റെ തള്ളയെ കാണുന്നില്ല. അപ്പം അതിൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകണം. അത് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോഴൊക്കെ ഈ വേട്ടാളൻ ഇതിൻ്റെ മുന്നിലിരുന്ന്, ചെറിയൊരു ദ്വാരം അതിൻ്റെ മുന്നിലിരുന്നിട്ട് ഈ പുഴുവിനെ കുത്തും. ഈ ഉള്ളിലിരിക്കുന്ന പുഴു വേട്ടാളനെ കണ്ട് അവസാനം പുഴു അരതിരും. ഇതുപോലെ നിങ്ങൾ ഈ ഭാഗവതാണ് ഇവിടുത്തെ ശക്തി. ഗുരുവായൂരപ്പൻ ഭാഗവത രൂപത്തിൽ നിങ്ങൾ പുഴുവായിട്ട് കിടക്കുകയാണ്. അങ്ങനെ ഗുരുവായൂരപ്പൻ ഇങ്ങനെ ഭാഗവത രൂപത്തിൽ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക. ഇതൊന്ന് പോയി വീട്ടിലെ കരിഞ്ഞ് ഒരു കുത്ത് അവിടെ നിൽക്ക്, കേക്ക്, ഇത് കേക്ക്. അങ്ങനെ കേട്ട് കുറേ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത്തിരി വിഷമാണ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം, പലതും നോക്കണം. ഇതിലിങ്ങനെ ഒരു കുത്തു കിട്ടിയ അവസാനം എന്തായി മാറി? നിങ്ങളാരായി മാറി? ഗുരുവായൂരപ്പനായി മാറി. അപ്പം നിങ്ങളെ ഗുരുവായൂരപ്പനാക്കി മാറ്റുന്ന ഒരു വലിയ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. അതൊരു വലിയ സുഹൃതമല്ലേ, ഭാഗ്യമല്ലേ? ഈ ഭാഗവതം ഒരു വലിയ സൈക്കോളജിയാണ്, മനഃശാസ്ത്രമാണ്. മനുഷ്യൻ്റെ മനഃശാസ്ത്രം ഇത്രമാത്രം ഉൾക്കൊണ്ട ഒരു ഋഷി ലോകത്തിലില്ല. അതുകൊണ്ടാണ് വ്യാസോച്ഛിഷ്ടം ജഗത്സർവം എന്ന് ഋഷിവര്യന്മാർ പറഞ്ഞത്. വ്യാസൻ പറയാത്തതൊന്നും ഇവിടെ ഈ ലോകത്തിൽ ഇല്ല. ഇന്നത്തെ ഏറ്റവും വലിയൊരു മനഃശാസ്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളിൽ നമ്മൾ നോക്കുമ്പോൾ പണ്ടത്തെ അത്ര മനോബലം ഇന്നത്തെ കുട്ടികളിൽ ഇല്ല. വളരെ വളരെ സെൻസിറ്റീവാണ് കുട്ടികൾ, ഇമോഷണലാണ്. ചെറിയ കാര്യത്തിൽ പോലും മാനസികമായി വളരെയധികം അപ്സെറ്റാവും. ഇപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഭാഗവതമൊക്കെ കേട്ട് അതിലെ കുറച്ച് വരികളൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിൽ ബൈഹാർട്ടാക്കി വയ്ക്കണം. നമ്മുടെ തലമുറകളിലേക്ക് ഇതൊന്ന്, നിങ്ങളുടെ കുട്ടികളിലേക്ക് നിങ്ങളിതൊന്ന് പറഞ്ഞു കൊടുത്ത്, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്
അവരെ ഒന്ന് തട്ടി ഉണർത്തണം, മനോബലം ഉള്ളവരാക്കി മാറ്റണം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ധവരെ ഉണർത്തിയതുപോലെ, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിൽ അർജുനനെ ഉയർത്തിയതുപോലെ നമ്മളും മറ്റുള്ളവരെ ഒന്ന് ഉയർത്തണം. അപ്പം എന്താണ് ഈ ഉയർത്തൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സിൽ ഭക്തി ഉണ്ടാവണമെങ്കിൽ, നമ്മളെല്ലാവരും പറയും ഭക്തി ഉണ്ടാവലൊക്കെ എളുപ്പമാണെന്ന്. ഭക്തി ഉണ്ടാവൽ അത്ര എളുപ്പമേ അല്ല. അങ്ങനെ ഒരിക്കലും കരുതരുത്. പലരും വിചാരിച്ചിട്ട് അമ്പലത്തിൽ പോയി തൊഴുതാൽ ഭക്തി ആവുന്നതാണ്. ഇല്ല, ഇമ്പോസിബിളാണ്. ഭക്തി ഉണ്ടാവണമെങ്കിൽ മനസ്സ് അത്രയും ആ ചെയ്യുന്ന കാര്യത്തിൽ ഏകാഗ്രതയും അലിവും ഒക്കെ ഉണ്ടാവണം. എന്തുകൊണ്ടാണ് ഭക്തി ഉണ്ടാവൽ എളുപ്പമല്ലാതെ പറയാൻ കാരണം ഉള്ളിലുള്ള നമ്മുടെ വാസന എന്ന് പറയും, ചിന്തകൾ, ഈ ഭക്തിയുള്ള ചിന്തകളെ അങ്ങോട്ട് കടക്കാൻ ഒരിക്കലും അനുവദിക്കില്ല. അപ്പം ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക്, ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു ലയവും ഒരു താളവും ഒരു രസവും സ്വാദുമൊക്കെയാണ്. അതുകൊണ്ടാണ് ഭക്തി സ്വാദു പതേ പതേ എന്നൊക്കെ പറഞ്ഞത്. ഇതൊന്ന് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, എത്രമാത്രം നമ്മൾ ഈ ഒരു ഭക്തിരസത്തിലേക്ക്, ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ടോ, പഴയ ഉള്ളിൽ കിടക്കുന്ന വാസനകളുടെ തീവ്രത കുറഞ്ഞു വരും. നോക്കൂ, വളരെ ശ്രദ്ധിക്കണം, എന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് ഭാഗവതത്തോടുള്ളൊരു താല്പര്യം കൂടി വരും. ഇപ്പം ഞങ്ങളിവിടെ ഇരിക്കുന്ന സ്ഥലത്ത് വെളിച്ചം കൂടുതലാണ്, ആണല്ലോ, ആണോ? അതുകൊണ്ട് ഇരുട്ടിനൊട്ടും ഒരു സ്ഥാനമില്ല ഇവിടെ. എന്നാൽ നിങ്ങളിരിക്കുന്നിടത്ത് അത്യാവശ്യമൊക്കെ ഇരുട്ടുണ്ട്, ഉണ്ടല്ലോ. ഇനി എൻ്റെ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരണം. ഈ വെളിച്ചം വരുമ്പോൾ ഇരുട്ടിന് എന്താ സംഭവിക്കുക? ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരണം, എന്നിട്ട് ഞാൻ ഉത്തരം ബാക്കി പറയുള്ളൂ. എന്താ സംഭവിക്കുക? ഇരുട്ട് എങ്ങോട്ട് പോയി? ഗുരുവായൂർ അമ്പലത്തിലേക്കോ? ഇരുട്ടിന് എന്ത് സംഭവിച്ചു? ഇരുട്ടില്ലാതെയായോ? വെളിച്ചം വരുമ്പോൾ ഇരുട്ടിന് എന്ത് സംഭവിച്ചു? ഇരുട്ട് മറഞ്ഞുപോയോ? ഇരുട്ടിന് എന്ത് സംഭവിച്ചു? ഉത്തരം ക്ലിയർ ആയില്ല ഇപ്പോഴും. ഇരുട്ടില്ലാതെ ഇരുട്ട് ദേഷ്യപ്പെട്ടു പോയി. വെളിച്ചം വരുമ്പോൾ ഇരുട്ടിന് എന്ത് സംഭവിച്ചു? ഇരുട്ട് മലയാളിയല്ല ദേഷ്യപ്പെട്ടു പോവാൻ. അപ്പോൾ വെളിച്ചം വരുന്ന സമയത്ത് ഇരുട്ടിന് എന്താ സംഭവിക്കുന്നത്? ഒന്നും സംഭവിച്ചിട്ടില്ല, ഇരുട്ട് അവിടെ തന്നെയുണ്ട്. പക്ഷേ ഈ വെളിച്ചത്തിൻ്റെ ആ തീവ്രത, ശക്തി, പ്രഭാവം കൊണ്ട് ഇരുട്ടിന് അതിൻ്റെ പ്രഭാവത്തെ കാണിക്കാൻ സാധ്യല്ല. ഇരുട്ടിന് മങ്ങലൊന്നും സംഭവിച്ചിട്ടില്ല, ഇരുട്ട് കുറഞ്ഞിട്ടില്ല, ഇരുട്ട് അതേ തീവ്രതയിലിരിക്കും. പക്ഷേ ഈ വെളിച്ചത്തിൻ്റെ ലൈറ്റ് ബീംസ് അത്രയും തീവ്രമായി ഇതിലൂടെ പെനട്രേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇരുട്ടിനെ അങ്ങോട്ട് എക്സ്പോസ് ചെയ്യാൻ, അതിനങ്ങോട്ട് പ്രകടമാവാൻ ശക്തിയില്ല. ശക്തിയില്ല എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ശക്തി തീവ്രമല്ല. മനസ്സിലായില്ല? ഇരുട്ട് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ? പോയിട്ടില്ല. ഒന്ന് വെളിച്ചം അങ്ങനെ അതിൻ്റെ തീവ്രത കുറച്ചാൽ എന്തായി? വെളിച്ചം നമുക്ക് വെളിച്ചത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ പറ്റുന്ന റെഗുലേറ്ററൊക്കെ കിട്ടും, അല്ലേ? കുറച്ച് കൊണ്ടുവരാം. അങ്ങനെ സംഭവിക്കുമ്പോൾ വീണ്ടും എന്തായി? ഇരുട്ട്. അപ്പം ഇരുട്ടിപ്പോൾ ഞാൻ അങ്ങോട്ട് വരട്ടോ എന്ന്, അങ്ങനെ ഇരുട്ട് വന്നതല്ലല്ലോ, ഇരുട്ട് ഓൾറെഡി ഉള്ളതാണ് എന്നതുപോലെയാണ് ഈ ഭാഗവതം നമ്മുടെ ഉള്ളിലേക്ക് അങ്ങനെ കടക്കുമ്പോൾ വെളിച്ചത്തിൻ്റെ ആ വിജ്ഞാനത്തിന്, അല്ലെങ്കിൽ ആ അറിവിൻ്റെ, കഴിവിൻ്റെ, കരുത്തിൻ്റെ, ദൈവീകതയുടെ ചിന്തകൾ അങ്ങനെ കയറി അതിൻ്റെ തീവ്രത കൂടുന്തോറും ഉള്ളിലുള്ള ദുഃഖത്തിൻ്റെ, ദുരിതത്തിൻ്റെ, നേരത്തെ പറഞ്ഞ വിഷത്തിൻ്റെ തീവ്രത കുറയും, അതിൻ്റെ പ്രഭാവം കുറയും. അതില്ലാതാവില്ല, അത് അവിടെ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഇത് നിർത്താൻ പറ്റില്ല. ഈ മരുന്നുണ്ടല്ലോ, ഷുഗറിൻ്റെ മരുന്ന് പോലെയാണ്. ഈ ഷുഗറും ബി പിക്കും മരുന്ന് കഴിക്കുന്നവർക്കറിയാം, ഡോക്ടർ ആദ്യമേ പറയും എന്താ, ഒരിക്കൽ തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല. ഇതുപോലെ ഭാഗവതം നിർത്താൻ പറ്റില്ല. നിർത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇരുട്ട് വീണ്ടും കയറി വരും. അപ്പം ഇരുട്ട് കയറി വരാതിരിക്കണമെങ്കിൽ അതിനെ എപ്പോഴും നിലനിർത്തി അജാമിളൻ്റെയൊക്കെ കഥ വായിച്ചിട്ടില്ലേ? അജാമിളൻ കുറേ കാലം ഈ ഫീൽഡിലൊക്കെ നടന്ന് പിന്നീട് പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നി ലൗകിക നല്ലത്. ലൗകികത്തിൽ പോയപ്പോഴാണ് ദുരിതങ്ങൾ വീണ്ടും വന്നത്. വീണ്ടും അദ്ദേഹം ഈ മേഖലയിലേക്ക് തിരിച്ചു വരുന്നൊരു കഥയല്ലേ അവസാനം കാണുന്നത്. ഈ കഥകളൊക്കെ ഓർമ്മിപ്പിക്കുന്നതാണ്.
അതുകൊണ്ടാണ് എല്ലാ ശ്ലോകങ്ങളിലും കുചേലൻ പോലുള്ള മഹാത്മാക്കൾ കൃഷ്ണനെ കണ്ട് കൃഷ്ണൻ്റെ കൂടെ പഠിച്ചവരൊക്കെ പറയുക തസ്സീവമേ ജന്മന് ജന്മനിസ്യാൽ എന്നാണ്. ഇനിയും ജന്മങ്ങൾ വന്നോട്ടെ, പക്ഷെ അതിലൊക്കെ എനിക്ക് സൗഹൃദവും ദാസ്യവും സഖ്യവും മൈത്രിയും ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ വേണം. എങ്കിലേ ഈ വെളിച്ചത്തെ ഇന്നും ഒരുപോലെ നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ നോക്കൂ, നിങ്ങൾ എത്ര സുഹൃതികളാണെന്ന്. കാരണം ഈ വെളിച്ചം ഒന്ന് കത്തിച്ചു വെച്ച് ഇപ്പോൾ അതിൻ്റെ തീവ്രത കൂട്ടാൻ നിങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഒരു 3 ദിവസം അത് വായിച്ച് മനസ്സിലാക്കി പഠിച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വെളിച്ചം നല്ല വരുന്നത് ഒരു പക്ഷേ 0 വോൾട്ടായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇപ്പം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴേക്കും ഒരു 1000 വാൾട്ട് ബൾബ് കത്തിച്ച പോലുള്ള പ്രകാശമൊക്കെ കൂടി ഇനി വീണ്ടും എന്തു ചെയ്യരുത്, അതിനെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരുത്. അതേ ആ ഉജ്ജ്വലതയിൽ പ്രകാശതോരണിയിൽ നമ്മൾ കൊണ്ടു നടക്കാൻ സാധിച്ചാൽ ഒരു ദുഃഖത്തിനും അവിടെ നിങ്ങളെ തോൽപ്പിക്കാൻ സാധ്യമല്ല. കാരണം വെളിച്ചം നിറഞ്ഞ മനസ്സിലൂടെ അനുഭവങ്ങൾ അങ്ങനെ വന്ന് കടന്നു പോകും. കാരണം അനുഭവങ്ങൾക്ക് വന്നു പോയേ പറ്റുള്ളൂ, ഒരാൾക്കും അതിൽ നിന്ന് മാറാൻ പറ്റില്ല. പരീക്ഷത്തിനും തക്ഷകനെ നേരിടേണ്ടതുണ്ട്. പക്ഷേ ഈ നിറഞ്ഞു നിൽക്കുന്ന മനസ്സിൽ, വെളിച്ചം നിറഞ്ഞു നിൽക്കുന്ന മനസ്സിൽ, ആ ദൈവീക ശക്തി നിറഞ്ഞു നിൽക്കുന്ന മനസ്സിൽ തക്ഷകൻ്റെ സ്വാധീനത്തിന് തീവ്രത ഒട്ടും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ നബിഭേമ്യഹം, ഞാൻ തക്ഷകനെയോ മരണത്തെയോ അല്പം പോലും ഭയപ്പെടുന്നില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാലല്ലോ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ സാധിച്ചാൽ നിങ്ങളും മറ്റൊരു പരീക്ഷത്തായി മാറും. വേണ്ടയോ? ഞാനിത് പറയാൻ കാരണം പലപ്പോഴും നമ്മുടെ ഹിന്ദുമതത്തിൽ എന്ത് പറ്റുന്നു വെച്ചാൽ യാന്ത്രികത വളരെ കൂടുതലാണ്. പലരും അന്ധവിശ്വാസത്തോടെ ഭാഗവതം വായിച്ചാണ്. എന്താ അന്ധവിശ്വാസത്തോടെ? ഭാഗവതം കേട്ടാൽ കൃഷ്ണൻ അവിടെ നിന്ന് അങ്ങോട്ട് തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നൊക്കെ. നിങ്ങളതൊന്നും തെറ്റായി മനസ്സിലാക്കരുത്. ഒരു കൃഷ്ണൻ വിചാരിച്ചാലും നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള ദുരിതത്തെ മാറ്റിയെടുക്കാൻ അവർക്ക് പറയൂ. അങ്ങനെ നിങ്ങൾ ഭാഗവതം വായിച്ച് നിങ്ങളുടെ പ്രാർത്ഥന തന്നെ മാറും. സാധാരണ നിങ്ങൾ എന്താ ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുക? ഭഗവാനെ ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും തരരുതേ എന്നല്ലേ പറയുക? ആണോ പറയുക? എന്താ മിണ്ടാത്തത്? അങ്ങനെയല്ലേ പറയുക? എന്നാൽ ഈ ഭാഗവതം ഉൾക്കൊണ്ടാൽ നിങ്ങൾ എന്താ പറയാറിയോ? കുന്തിദേവിയെ പോലെ വരാനുള്ളതൊക്കെ കൃഷ്ണ വന്നോട്ടെ. ഇനിയിപ്പോൾ കൃഷ്ണനോട് പറയേണ്ട കാര്യമില്ല, വന്നേ പറ്റുള്ളൂ. അത് കൃഷ്ണനായാലും വന്നേ പറ്റുള്ളൂ. കൃഷ്ണനും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. നിങ്ങൾ നോക്കൂ, ഭാഗവതത്തിൽ അതുകൊണ്ടാണ് വ്യാസഭഗവാൻ 11-ാം സ്കന്ധത്തിൽ കൃഷ്ണൻ്റെ ലാസ്റ്റ് കാലഘട്ടത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഉണ്ടോ? കൃഷ്ണൻ്റെ മക്കൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അമ്പേറ്റുകൊണ്ട് മരിച്ച ആളാണ് കൃഷ്ണൻ. ആണോ അല്ലയോ? അപ്പം കൃഷ്ണൻ്റെ ജീവിതത്തിലും വരാനുള്ളതിനെ മാറ്റിയെടുക്കാൻ കൃഷ്ണന് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നീട് എന്താ പറയേണ്ടത്? എന്തു വന്നാലും അങ്ങയെ സ്മരിച്ചുള്ള ഒരു കരുത്തുള്ളൊരു മനസ്സ് എനിക്കുണ്ടാവണം. കൃഷ്ണ, വരാനുള്ളതൊക്കെ വന്നോട്ടെ, ഞാൻ അങ്ങയെ ഒരിക്കലും വിസ്മരിക്കില്ല. അനുഭവത്തെ ഞാൻ അയവിറക്കുകയല്ല ചെയ്യുക, അങ്ങയെ ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പം അങ്ങയെ മറക്കാതിരിക്കണമെങ്കിൽ അത്ര തീവ്രതയിൽ നമ്മൾ ഭഗവാനെ ഉള്ളിൽ പിടിക്കണം. ആ ഒരു ദൈവീകമായ ശക്തി ഭാഗവതത്തിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇതിൽ പരം ഒരു സുഹൃതം വേറെ എന്തുണ്ട്? ഇപ്പം നമ്മളൊരു പരീക്ഷത്തായി മാറില്ലേ? നമ്മളൊരു കുന്തിയായി മാറില്ലേ? വേണ്ടയോ? ഈ ഒരു പരീക്ഷണത്തിന് നിങ്ങൾ തയ്യാറാണോ? ഇതൊരു ലാബറട്ടറിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ലാബിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളെ ഇങ്ങനെ പരിവർത്തനം വരുത്തുന്നൊരു ലാബിലാണ് ഇരിക്കുന്നത്. ആ മാറ്റത്തിന് നിങ്ങൾ തയ്യാറാണോ? എത്ര പേര് തയ്യാറാണ്? നന്നായി. നമ്മൾ ആ പരീക്ഷണം, നമ്മളിൽ പരീക്ഷണം നടത്തുക, നമ്മളിലൊരു മാറ്റമുണ്ടാക്കുകയാണ്. അതുകൊണ്ട് സുബ്രഹ്മണ്യൻജിയുടെ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ഉറക്കെ ഉള്ളിൽ ഉറപ്പിച്ച് പറയണം, എന്ത് തന്നെ വന്നാലും എന്നെ മാനസികമായി അതൊന്നും അലട്ടാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്നും വരരുതേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ മാറ്റണം. കുട്ടികളോടും പറയണം, അങ്ങനെ ഒരിക്കലും ദൈവത്തിൻ്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കരുത്, ഒന്നും വരരുതേ എന്ന്. പറയേണ്ടത്, എന്തു വന്നാലും അങ്ങയെ ഞാൻ മറക്കരുത്. ആ ഓർമ്മയിൽ, ആ ഒരു സ്മരണയിൽ, അങ്ങയുടെ ആ ഒരു തീവ്രമായ അനുഗ്രഹത്തിൽ എൻ്റെ ദുഃഖത്തിൻ്റെയൊക്കെ തീവ്രത ഇല്ലാതായിത്തീരണം. അതല്ലേ ശരി? ഇതല്ലേ വലിയ മനഃശാസ്ത്രം? ഇന്നിപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ ആളുകൾ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? ഉള്ളിലൊരു വിഷമം നേരിട്ടാൽ അവർക്ക് അതിൽ നിന്ന് സ്വയം പുറത്തു വരാൻ പറ്റാത്തതുകൊണ്ടല്ലേ? ആണോ? നമ്മൾ കേൾക്കാറില്ലേ? കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയി കേൾക്കാറില്ലേ? ഉണ്ടോ ഇല്ലയോ?
ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ കേൾക്കുന്ന ഭാഗവതം നമ്മുടെ കുട്ടികളിലേക്ക് നമ്മൾ കുറച്ചൊക്കെ അതിൻ്റെ സാരം പറഞ്ഞു കൊടുത്ത്, കുറച്ച് നാം ഒരുപക്ഷെ ഭാഗവതം അവർക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലായില്ലേ, കുറച്ച് ശ്ലോകങ്ങളൊക്കെ നിങ്ങളെ പഠിപ്പിച്ച് അവരുടെ ഉള്ളിൽ ഇതിൻ്റെ ഒരു ചെറിയ വെളിച്ചം കൊളുത്തി വയ്ക്കാൻ സാധിച്ചാൽ അവർക്കൊരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യം വരുമോ? ഇല്ലേ? അവരാ തരത്തിൽ നമ്മൾ ഉയർത്തിയെടുക്കണം. എനിക്ക് തോന്നുന്നു നമ്മൾ ഹിന്ദുക്കൾ ഇത്തരത്തിലൊന്ന് ഉണർന്നു കഴിഞ്ഞാലല്ലോ, നാളെ ഇതര മതക്കാർ പോലും പറയും ഞങ്ങൾക്കും ഭാഗവതം വായിക്കണമെന്ന്. കാരണം ഭാഗവതത്തിന് ഇങ്ങനെ ഒരു മനസ്സിനെ പരിവർത്തനം വരുത്തി ദൈവീകമാക്കി തീർക്കാനുള്ളൊരു കഴിവുണ്ട്. മനസ്സിലാവുന്നല്ലോ. അതുകൊണ്ട് ഒരു 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ തലയിലേക്ക് കയറ്റി വയ്ക്കുകയാണ്. ഇത് മറക്കരുത്. 4 കാര്യങ്ങൾ ഇത് നിങ്ങളുടെ തലയിൽ ഉറപ്പിച്ചു വയ്ക്കണം. ഇത് നിങ്ങൾ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം. മനുഷ്യൻ ജീവിക്കുന്നത് മനസ്സുകൊണ്ടാണ്. ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്, മനസ്സുകൊണ്ട്. ഭാഗവതം മനസ്സിൻ്റെ ശാസ്ത്രമാണ്. ഭാഗവതം എന്താണ്? മനസ്സിൻ്റെ ശാസ്ത്രമാണ്. മനുഷ്യ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന ദുഃഖത്തിൻ്റെ, വിഷമത്തിൻ്റെ, വേദനയുടെ, പ്രയാസങ്ങളുടെ, ഭയത്തിൻ്റെ ഒക്കെ വിഷം അതേത് സമയം പൊങ്ങി വന്ന് നമ്മളെ തളർത്തും. അപ്പം അങ്ങനെ നമ്മളെ തളർത്താതിരിക്കാനാണ് ഞാൻ ഈ ഭാഗവതമാകുന്ന ഔഷധം കഴിക്കുന്നത്. ഇപ്പം എന്തിനാണ് ഈ ഭാഗവതം ഒരു ഔഷധമാണ്? ഭക്തി ഔഷധം എന്ന് പ്രഹ്ലാദൻ പറയുന്ന പോലെ. നിങ്ങൾ ആ വരികളൊക്കെ കേട്ടില്ലേ? ഇപ്പം പ്രഹ്ലാദൻ്റെ സ്തുതിയിൽ കാണാം. പ്രഹ്ലാദൻ പറയും ഭക്തി ഔഷധം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? യസ്മാൽ പ്രിയാ പ്രിയ വിയോഗ സയോഗ ജന്മ ശോകാഗ്നിനാ സകലയോനിഷു ദഹ്യമാന ദുഃഖൌഷധം തദപി ദുഃഖമദധ്യാഹം ഭൂമൻ ഭ്രമാമി വദമേ തവദാസ്യയോഗം. കേട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള ശ്ലോകങ്ങൾ? ഇതുപോലെ ഇതൊരു ഔഷധമാണ്. ഭാഗവതം മനസ്സിനെ ദൈവീകമാക്കുന്നൊരു ഔഷധമാണ്. ഇപ്പം 3 കാര്യങ്ങൾ പറഞ്ഞു. 1, മനസ്സാണ് മനുഷ്യൻ. 2, ഭാഗവതം മനസ്സിൻ്റെ ശാസ്ത്രമാണ്. 3ാമത്തത്, ഈ ഭാഗവതമാകുന്ന ഔഷധം സേവിക്കും തോറും മനസ്സിൻ്റെ ദുർബലതകൾ, രോഗങ്ങൾ ക്രമേണ കുറഞ്ഞു വന്ന് അവസാനം നമ്മുടെ ജീവിതത്തിൽ 4ാമത്തൊരു തലത്തിലെത്തും. എന്താണ്? എന്തൊക്കെ ദുരിതങ്ങൾ, വിഷമങ്ങൾ വന്നാലും അതൊന്നും നമ്മളെ തളർത്താത്ത തലത്തിൽ മനസ്സത്രയും ദൈവീകമായി ഉയരുമ്പോൾ മനസ്സിലാക്കണം, ഇത് തന്നെയാണ് ഭാഗവതം നേടിത്തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം. അപ്പം ഈ ഒരു പരിണാമം നമ്മുടെ ജീവിതത്തിൽ ഭാഗവതത്തിലൂടെ കൈവരിക്കാൻ സാധിക്കുക, ഇതിൽപ്പരൊരു ഭാഗ്യം നിങ്ങൾക്ക് എന്താ ഉള്ളത്? മനസ്സിലാവുണ്ടല്ലോ. പ്രായം എന്ന് പറയുന്നത് നാളെ നമ്മളൊക്കെ നേരിടേണ്ട കാര്യമാണ്. വാർദ്ധക്യം നമ്മളൊക്കെ കടന്നു പോകേണ്ടതാണ്. ശാരീരികമായി പണ്ടത്തെ പോലെ ഇളകാൻ പറ്റുണ്ടാവില്ല. പക്ഷെ അപ്പോഴും നമുക്ക് തളരാത്തതായൊരു മനസ്സ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത്, ശരീരം വിടുന്ന സമയത്ത് ആരെങ്കിലും ഓർത്തിട്ടാണോ ശരീരം ഉപേക്ഷിച്ചത്? ഭഗവാൻ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ആരെങ്കിലും സ്മരിച്ചിട്ടുണ്ടോ? ഭഗവാൻ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ആരെങ്കിലും ഓർത്തുകൊണ്ടാണോ ശരീരം ഉപേക്ഷിച്ചത്? ആരെയോ ഓർത്തത്? ഉദ്ധവരെയാ? ആരെയാണ്? വിതുരനെ ഓർത്തുകൊണ്ടാണ് ശരീരം ഉപേക്ഷിച്ചത്. ആർക്കെങ്കിലും ഇവിടെ പറയാൻ പറ്റുന്നവർ? ചോദ്യം മനസ്സിലായി? ഭഗവാൻ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഭഗവാൻ കാലിൽ അമ്പേറ്റ് ശരീരം ഉപേക്ഷിക്കുന്നില്ലേ? ആരെങ്കിലും ഓർത്തിട്ടാണോ ശരീരം ഉപേക്ഷിച്ചത്? എനിക്ക് കേൾക്കുന്നില്ല. ഭീഷ്മ പിതാമഹൻ. ആരാണ്? ഭഗവാൻ ഭീഷ്മ പിതാമഹം വീക്ഷ്യ വിഭൂതിരാത്മനോ വിഭും. ഭാഗവതത്തിലെ വരികൾ 11ാം സ്കന്ധത്തിൽ 31ാമത്തെ എടുത്തു നോക്കൂ. ഭഗവാൻ ഭീഷ്മരെ ഓർത്തുകൊണ്ടാണ് ശരീരം ഉപേക്ഷിച്ചത്. അതെന്തേ ഭീഷ്മരെ ഓർക്കാൻ കാരണം? ശരശയ്യയിൽ കിടന്ന ശരീരം എങ്ങനെയിരിക്കും? തളർന്നിട്ടല്ലേ ഇരിക്കുക. തല പൊക്കാൻ പറ്റില്ല, കൈയും കാലും പൊക്കാൻ പറ്റാതിരിക്കുമ്പോഴും നിറഞ്ഞ മനസ്സോടെ, കരുത്തുള്ള മനസ്സോടെ, ദൈവീക മനസ്സോടെ വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കൊണ്ട് മാനസികമായി തളർന്ന യുധിഷ്ഠിരനെ പോലും ഉയർത്തിയ ഭീഷ്മരെ ഓർത്തുകൊണ്ടാണ് ഭഗവാൻ സ്വന്തം ശരീരം ഉപേക്ഷിച്ചത്. ഇതൊക്കെ നമുക്കൊരു പാഠമാണ്. നാളെ ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ള വാർദ്ധക്യ സഹജമായ ശരശയ്യ ഉണ്ടാവാം, വാർദ്ധക്യ സഹജമായ. പക്ഷെ അതൊന്നും നമ്മുടെ മനസ്സിനെ
ബാധിക്കാതിരിക്കണമെങ്കിൽ അങ്ങനെ ഒരു കരുത്തുറ്റൊരു മനസ്സ് നമ്മളിപ്പോഴേ പരിശ്രമിച്ച് നേടിക്കഴിഞ്ഞാൽ ഭഗവാൻ പറയും, ഇവരാണ് ശരിക്കും എൻ്റെ ഭക്തന്മാരെന്ന്. കാരണം നമേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തൻ ഒരിക്കലും തളരുന്നവനല്ല. അതുകൊണ്ടാണ് കൃഷ്ണൻ ഭക്തനെക്കുറിച്ച് ഒരു ധീരന്മാരാണ് എൻ്റെ ഭക്തന്മാർ. എൻ്റെ ഭക്തൻ ഒരിക്കലും മാനസികമായി തളരുന്നവരല്ല. എന്നാൽ അങ്ങനെയുള്ള ഭക്തന്മാരെ നമുക്കിന്ന് ഇവിടെ കാണാൻ പറ്റുമോ? പറയൂ നിങ്ങൾ. അവസാന കാലത്തൊക്കെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ദീനതകളും പ്രയാസങ്ങളും പറയുന്ന അവരൊക്കെ ഭക്തന്മാരാണ് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ജയചന്ദ്രൻജി ശരീരം ഉപേക്ഷിച്ചത് അല്ലേ? അദ്ദേഹത്തിന് തീരെ അവശമായിട്ടിരിക്കുമ്പോഴും കൃഷ്ണനെക്കുറിച്ചുള്ള മനോഹരമായൊരു പാട്ട് പാടിക്കൊണ്ടാണ് അദ്ദേഹം ശരീരം ഉപേക്ഷിക്കണമെന്ന് ആലോചിച്ച് നോക്കൂ. തീരെ അവശമായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളൊരു ഫംഗ്ഷനിൽ വെച്ചിട്ട് പറയും. അപ്പം അന്ന് പറയുകയാണ്, സ്വാമി ഭാഗവതമൊക്കെ വായിക്കുന്ന ആളല്ല, എപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നും ഗുരുവായൂരപ്പനിൽ നിറഞ്ഞൊരു ഭക്തി ഉണ്ടാവണമെന്നാണ്, വേറൊന്നും വേണ്ട എനിക്ക്. അപ്പം ആ തരത്തിലൊക്കെ ജീവിതം ജീവിച്ച് കടന്നുപോയ മഹത് വ്യക്തിത്വങ്ങൾ നമുക്കും സാധിക്കും. അപ്പം ഈ 3 ദിവസം നിങ്ങളെ സംബന്ധിച്ച് ഒരു സുഹൃതത്തിൻ്റെ ദിവസമാണ്, അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. ഈ 3 ദിവസം കൊണ്ട് നമ്മളൊരു വലിയ പരിവർത്തനം ഇവിടെ ഉണ്ടാക്കുകയാണ്. നാളത്തെ തലമുറകൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഞങ്ങൾ എന്തിനാ ഭാഗവതം കേൾക്കാൻ വന്നിരിക്കുന്നത്. ഇപ്പം ഭാഗവതത്തിൻ്റെ ഒരു കാലഘട്ടമാണ്, എല്ലാവരും ഭാഗവതം വായിക്കാൻ പോവുകയാണ്. അത് ചിലർ വിമർശിക്കുന്നതുകൊണ്ട് ഇവർക്കെന്തിൻ്റെ വട്ടാണോ. പ്രത്യേകിച്ച് ഇന്ന് സനാതന ധർമ്മത്തെയൊക്കെ വളരെ അവഹേളിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ ഒരു വേഷം കെട്ടായിട്ട് പലരും ചിത്രീകരിച്ചേക്കാം. ഉണ്ടാവുമോ ഇല്ലയോ? പാവം സുബ്രഹ്മണ്യൻജിയും കുറേ ആൾക്കാരും ഇങ്ങനെ വേറെ ഏതോ ഒരു കാര്യങ്ങൾ, വീട്ടിൽ ഉത്തരവാദിത്തമല്ലേ, അതില്ലേ ഇതില്ലേ, ഇവരതൊക്കെ മറന്നിട്ട് ഈ വഴിക്ക് അങ്ങനെയൊക്കെ കേൾക്കും നിങ്ങൾ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, മറ്റുള്ളവരോട് കൃത്യം ഉത്തരം പറഞ്ഞു കൊടുക്കണം. നമുക്ക് ഉത്തരം പറയാനില്ലാതെ വരുമ്പോഴാണ് ഇത്തരം ആളുകൾ നമ്മുടെ തലയിൽ കയറുന്നത്. ഇത്തരം ആളുകളുടെ വായടപ്പിക്കണം. നമ്മൾ പറയണം, ഞങ്ങൾ ഭാഗവതം വായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കേവലം ഞങ്ങളുടെ സ്വാർത്ഥതയ്ക്കല്ല. ഞങ്ങൾ ഭാഗവതം വായിക്കുന്നത് ഞങ്ങളുടെ മനസ്സിനെ ദൈവീക ശക്തിയുള്ളതാക്കി ജീവിതത്തിൽ വരാൻ പോകുന്ന അനുഭവങ്ങളെ നേരിടാൻ, അതിനെ കരുത്തുള്ളതാക്കാനാണ്. നാളത്തെ തലമുറകളെ കരുത്തുള്ളൊരു മനസ്സിൻ്റെ ഉടമകളാക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതാണ് ഞങ്ങളുടെ പൂർവികന്മാർ കടന്നുപോയ പാത, ധീരന്മാരായി കടന്നുപോയ പാത. ആ പാതയിലേക്കാണ് ഞങ്ങൾ ഈ മനസ്സിനെ നയിക്കുന്നത്. അതിനാണ് ഞങ്ങൾ ഈ ഭാഗവതം വായിക്കുന്നത്. പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പം മനസ്സിനെ കരുത്തുള്ളതാക്കി തീർക്കുക, മനസ്സിനെ ശക്തിയുള്ളതാക്കുക, ദൈവികത ഉള്ളതാക്കുക. അതുകൊണ്ട് ഞാൻ അധികം സമയമെടുക്കുന്നില്ല. ഈ 4 കാര്യങ്ങൾ: മനസ്സാണ് മനുഷ്യൻ, മറക്കരുത്. 2, ഈ മനുഷ്യൻ്റെ മനസ്സിലേക്കാണ് നമ്മൾ ദൈവീക ചിന്തകളുടെ വെളിച്ചം കൊണ്ടുവരുന്നത്. അപ്പോഴാണ് അതിലുള്ള ദുർബലതകൾ കുറയുന്നത്. ആ ദൈവീക ചിന്തകൾ കൊണ്ടുവരണമെങ്കിൽ നിരന്തരമായി നമുക്ക് ഭാഗവതമാകുന്ന ഈ അമൃതം കഴിച്ചുകൊണ്ടിരിക്കണം. 4മത്തേതായിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടത്, ഈ വെളിച്ചത്തെ നമ്മൾ മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുത്തുകൊണ്ട് വേണം ഇവിടെ നിന്ന് കടന്നു പോകാൻ. അപ്പം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ഭാഗവതം ജീവിതത്തിലൊരു പരിവർത്തനം ഉണ്ടാക്കും. നിങ്ങൾ ഓരോ കഥകളും സ്വസ്ഥമായി സ്വൈരമായിട്ടിരുന്ന് വായിച്ചുകൊണ്ട് ഈ കഥകൾ എങ്ങനെയാണ്, ഇപ്പം സുബ്രഹ്മണ്യൻജി നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ ഇട്ട് തന്നു. സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിക്കുക, ഈ കഥകൾ എങ്ങനെയാണ് ഇന്നത്തെ തലമുറകൾക്കായിട്ട് നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുക. നിങ്ങളിൽ പലരും ഇതിനുള്ള കഴിവുള്ളവരുണ്ടാവും. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നിങ്ങളൊരു തുടക്കത്തിൽ, നിങ്ങളൊരു ആരംഭത്തിലാണ്. അദ്ദേഹം അതിനൊരു ഫൗണ്ടേഷൻ ഇട്ട് തന്നു, ആരെങ്കിലും ഒരാൾ ഒരു വഴി കാണിച്ചു തന്നു. ഇനി ബാക്കി നമ്മൾ ചെയ്യണം. മനസ്സിലായില്ലേ? ആചാര്യന്മാർ തന്നിരിക്കുന്ന പാതയുടെ അടുത്ത തലങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകണം. അപ്പം അങ്ങനെ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഇത്രയും ആളുകൾ മതി. ഇപ്പം ഇവിടെ എത്ര പേരുണ്ട്? ഇവിടെ 500 പേരുണ്ട്. ഈ 500 പേര് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ ചെറിയൊരു ചലനമുണ്ടാക്കാൻ സാധിക്കും. ഭാഗവതത്തിന് അത്രയും, എനിക്ക് തോന്നുന്നു സുബ്രഹ്മണ്യൻജിയുടെ സ്റ്റുഡൻറ്റുകളായിട്ട് എത്ര പേരുണ്ടാവും? 5000-ലധികം ആൾക്കാരുണ്ട്. നിങ്ങൾ നോക്ക്, ഇത്രയും സ്റ്റുഡൻസ് ഉള്ള ഒരു ആചാര്യൻ ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. ഒരുപക്ഷെ ഞാനൊക്കെ ഇങ്ങനെ സപ്താഹം പറഞ്ഞു പോകുന്നു എന്നല്ലാതെ ആരെയും പഠിപ്പിക്കാനെന്നുള്ള ഒരു സമയം എനിക്കില്ലതാനും എനിക്കിട്ട് പറ്റുകയില്ല. എനിക്കൊക്കെ ഇങ്ങനെ മൈതാന പ്രസംഗങ്ങളാണ് നമ്മുടെ ജീവിത ശീലങ്ങൾ. അപ്പം അങ്ങനെ ഇരുന്ന് പഠിപ്പിക്കാൻ ഒരാളെ കിട്ടുക എന്നത് സുഹൃതമാണ്, ഭാഗ്യമാണ്.
മനസ്സിലായില്ല. ഞാൻ സത്യസന്ധമായി പറയണം, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ വീട്ടിലിരുന്ന് ഭാഗവതം അച്ഛൻ കമ്പൽസറിയിട്ട് വായിപ്പിക്കും. അത് അച്ഛൻ കോംപ്രമൈസ് ഇല്ല, എന്നാലേ വീട്ടിലെ കാര്യങ്ങൾ നടക്കണം. പക്ഷേ മിക്കവാറും സത്യം പറയുകയാണെ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലിരുന്ന് നുണ പറയാൻ പാടില്ല. ഞാൻ മിക്കവാറും അകത്ത് നോവൽ വെച്ചിട്ടാണ് ഭാഗവതം വായിക്കുക. കാരണം ഇന്നലെ വായിച്ചതിൻ്റെ ബാക്കി ഇങ്ങനെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഓരോ വരി ഉറക്കം ചൊല്ലും, അപ്പുറത്തിരിക്കുന്ന അദ്ദേഹം കേൾക്കാൻ വേണ്ടി ഇപ്പുറത്ത് നോവലും വായിക്കും. കാരണം നമുക്ക് അതിലായിരുന്നു ഇൻട്രസ്റ്റ്. കാരണം ഇതിലത്ര അങ്ങോട്ട് രസം കിട്ടുന്നില്ല. കാരണം ഇതൊരു ചടങ്ങ് പോലെ വീട്ടിലെ കാര്യം നിർബന്ധത്തിന് വഴങ്ങി. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു കുറേ കാലം കഴിഞ്ഞ് പിന്നെ ഭാഗവതമൊക്കെ വിട്ടു. കാരണം ആ കഥകളൊന്നും എൻ്റെ തലത്തിൽ പറ്റിയതല്ല. കാരണം ഒരു പന്നി ഭൂമി ഉയർത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊന്നും സത്യത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന കഥകളല്ല. ഒരു പന്നിക്കും ഭൂമിയെ ഉയർത്താൻ പറ്റില്ല എന്നുള്ളത് എൻ്റെ ലോജിക്ക് കൊണ്ട് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. കൃഷ്ണൻ ഒരു മല ഉയർത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്തോ അറിയില്ല, എൻ്റെ യുക്തിക്ക് ഒട്ടും പറ്റില്ല അത്. ഒരാൾ വന്നിട്ട് മല ഉയർത്തി പറഞ്ഞാൽ എന്നിട്ട് ആ കൃഷ്ണനെ 11 അക്ഷൗഹിണി ഇപ്പുറത്തെടുത്ത് യുദ്ധത്തിൽ വെല്ലുവിളിക്കുക പറഞ്ഞാൽ അപ്പം എങ്ങനെയാണ് കൃഷ്ണനെ അത്ര ദൈവികമായി കണ്ടിട്ടില്ല? അവരല്ലല്ലോ സമൂഹം. ഈ തരത്തിൽ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഇതൊക്കെ ഇങ്ങനെ തലയിൽ കടന്നു പോകുമ്പോൾ ഞാൻ പിന്നീട് ഈ ഫിലോസഫി പഠിച്ച് വേദാന്തമാണ്, ഉപനിഷത്താണ് സർവസ്വം. അതാ കഠോപനിഷത്ത്, ഈശാവാസ്യ ഉപനിഷത്ത്, കെനോപനിഷത്ത്, എന്തൊരു രസം! അങ്ങനെ കടന്നു പോയിരുന്നു. അങ്ങനെ സിനിമാ വിഷയം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തോ ഒരു നിയോഗം പോലെ ഞാൻ ഭാഗവതത്തിലേക്ക് വരുന്നത്. ഞാനൊരു ക്ഷേത്രത്തിൽ എന്നെ ഒരാൾ, അദ്ദേഹം ഹൈദരാബാദിൽ നിന്നാണ് വന്നിരിക്കുന്നത്, മലയാളി, എന്നോട് പറഞ്ഞു, സ്വാമി ക്ഷേത്രമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്, എനിക്കൊരൊറ്റ ആഗ്രഹമുണ്ട്, ഭാഗവതം ഒന്ന് നടത്തണമെന്ന്. ഞാനന്നൊരു ഗീതാ പ്രഭാഷണത്തിന് പോയിരിക്കുകയാണ്. ഞാൻ ഉടനെ തന്നെ നമ്മുടെ അറിയുന്ന ഒരു ആചാര്യനെ വിളിച്ചിട്ട് പറഞ്ഞു, നോക്കൂ അദ്ദേഹത്തിനൊരു സത്താണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു ആചാര്യനെ കിട്ടാണെങ്കിൽ ഞാൻ വിളിച്ചാൽ പോരെ, സ്വാമിജി വിളിക്കേണ്ടതായിരുന്നു, അങ്ങത് നടത്തി തരണം. ഞാൻ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യും കാലും പിടിച്ചിട്ട് പറഞ്ഞു, എന്നെ ഒഴിവാക്കും, ഞാനിത് ചെയ്തിട്ടുള്ള ആളല്ല, ഞാൻ സപ്താഹം നടത്താറില്ല എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ എങ്ങനെയെങ്കിലും നടത്തിയാൽ മതി. ഞാൻ പറഞ്ഞു, അങ്ങനെ നടത്താൻ പറ്റില്ല, അതിൻ്റെ രീതികളുണ്ട്, അതങ്ങനെ നടത്തിയാൽ മതി, എനിക്ക് വിരോധമില്ല. ഒന്നാമത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്രം നന്നാവണം എന്നുള്ള. അപ്പം പിന്നെ എനിക്ക് തോന്നി, മനുഷ്യരെ നന്നാക്കാനല്ലോ, ക്ഷേത്രം നന്നാവണം എന്നുള്ള രീതിയിലാണ്. ഞാൻ പറഞ്ഞു, നോക്കാം. ഞാൻ അവസാനത്തെ ഇതിൽ പറഞ്ഞു, അപകടം ഉണ്ട്, കാരണം എനിക്കിത് അറിയില്ല, ഞാൻ ചെയ്തിട്ടില്ല, എനിക്കിത് എങ്ങനെ സമ്പ്രദായം എനിക്കറിയില്ല. അങ്ങനെ അങ്ങോട്ട് അദ്ദേഹം നിർബന്ധിച്ച് പോയി. ഞാൻ എന്നിട്ട് ഈ സപ്താഹത്തിന് അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഭാഗവതമൊക്കെ ഒന്ന് വായിക്കണം തീരുമാനിച്ചു സത്യത്തിൽ. കാരണം എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ മുന്നിലുള്ള ജനങ്ങളോട്. അപ്പോൾ ഭാഗ്യത്തിന് ഓരോന്ന് ഒത്തുവരിക എന്ന് പറഞ്ഞ പോലെ ഒരു പ്രൊഫസർ ഗോപിയേട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്നോട് എന്താ ഇങ്ങനെ ഉദിജി വളരെ വിഷമമായിട്ടിരിക്കണം. ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഭാഗവത സപ്താഹം ചെയ്യണമെന്ന് പറയുന്നത്, എന്തെങ്കിലും വലിയ പുസ്തകമൊന്നുമില്ല. ഞാൻ ഗുരുവായൂരിൽ പോകുന്നുണ്ട്, 8 വോളിയം പണ്ഡിറ്റ് ഗോപാൽ നായരുടെ പുസ്തകം കൊണ്ടുതരാമെന്ന്. അങ്ങനെ 8 വോളിയം പുസ്തകം, പിന്നെ ജ്ഞാനാനന്ദ സരസ്വതിയുടെ പുസ്തകം, ഇതൊക്കെ ഒരു ഭാഗത്ത്. എൻ്റെ ഒരു സമയം നോക്കുന്നുള്ളൂ, സമയത്തിൻ്റെ ഒരു കാര്യം. ഈ സമയത്താണ് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ പാലക്കാട് വരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ? അദ്ദേഹം ഒരു പ്രൊഫസറാണ്, ഭാഗവതത്തിൽ ഇങ്ങനെ മുങ്ങിക്കുളിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹം ഒരാഴ്ച അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരാഴ്ച ഈ ബാലകൃഷ്ണൻ നായരുടെ അടുത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെ വർത്തമാനം പറയലും. അപ്പോൾ കുറേ ഡൗട്ടുകൾ അദ്ദേഹം ക്ലിയർ ചെയ്ത് അങ്ങനെ പിന്നെ അങ്ങോട്ട് കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ പിടികിട്ടി ആ സപ്താഹത്തിന് പോയി. സത്യം പറഞ്ഞാൽ അന്ന് തൊട്ട ഭാഗവതം പിന്നെ താഴെ വെക്കേണ്ടി വന്നിട്ടില്ല. അതൊരു പ്രയാണം പോലെ ഒന്നില്ലെന്ന് അങ്ങനെ അങ്ങോട്ട് പോയി. നോക്കൂ നിങ്ങൾ, എവിടെയാണ് നമ്മുടെ യോഗം നിയോഗം എന്നുള്ളത്. ഞാൻ ഭാഗവതത്തിലേക്ക് വരുന്ന ഒരിക്കലും വിചാരിച്ച വ്യക്തിയല്ല. പക്ഷേ ഭാഗവതത്തിലേക്ക് എത്തിയെന്ന് മാത്രമല്ല, ഇന്ന് ആ ഉപനിഷത്തൊന്നും ഇപ്പം എൻ്റെ കൂടെ ഇല്ല. ഞാൻ എന്തിലായിരുന്നു ഒരു കാലത്ത് രസം കണ്ടെത്തിയത്, ഞാൻ ഇന്നിപ്പോൾ ഞാൻ ഇപ്പോൾ ഇടയ്ക്കെടുത്ത് നോക്കുകയാണ്, ഞാൻ വായിച്ചിരുന്ന ഉപനിഷത്തുകളും കാര്യങ്ങളും. പിന്നെ ഭാഗവതത്തിൽ ഉപനിഷത്തുണ്ട്, അറിയാം, ഈശാവാസ്യ ഉപനിഷത്തുണ്ട്, കഠോപനിഷത്തുണ്ട്, അറിയാലോ നിങ്ങൾ. പല ഭാഗങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചാന്തോക്യ ഉപനിഷത്തുണ്ട്, അതുപോലെ തന്നെ ബൃഹദാരണ്യ ഉപനിഷത്തുണ്ട്. എല്ലാ ഉപനിഷത്തും ഈ ഭാഗവതത്തിൽ പല സ്ഥലത്തായിട്ട് വ്യാസഭഗവാൻ അങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, പുട്ടിൽ തേങ്ങയിടുന്ന പോലെ. ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ഈ ഭാഗവതം അത്ര ഒരു അമൃതമാണ്, അത്ര ഒരു രസമാണ്. ഇത് ഒന്ന് അനുഭവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ജന്മാന്തരേ ഭവിത് പുണ്യം തഥാ ഭാഗവതം ലഭ്യത്. ഒരിക്കൽ കൂടി നിങ്ങളുടെ ഭാഗ്യത്തിന് മുന്നിൽ അഹോഭാഗ്യം നിങ്ങൾ കിട്ടിയിരിക്കുന്ന ആ ഭാഗ്യമുണ്ടല്ലോ. നന്ദഗോപസുതം സുതം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മ സനാതനം എന്ന് വ്യാസഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂടെയുള്ള ഗോപന്മാരെ നോക്കിക്കൊണ്ട് ബ്രഹ്മാവിനെ കൊണ്ട് സ്തുതിപ്പിച്ച പോലെ നിങ്ങളെയൊക്കെ നോക്കിക്കൊണ്ട് പറയാണ്, അഹോഭാഗ്യം, ഇതൊരു വലിയ ജന്മാന്തര ഭാഗ്യമാണ്. ഈ ഒരു വിത്ത് മുളച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കൂടുതൽ വളർന്ന് പന്തലായിട്ട് അത് നിങ്ങൾക്കൊരു കരുത്തും നിങ്ങൾക്ക് മറ്റുള്ളവർക്കൊരു തണലുമായി മാറട്ടെ
നിങ്ങളും ഒരു വഴികാട്ടികളായി വെളിച്ചമായി മാറട്ടെ. ഒരു കരുത്തുറ്റ കേരളത്തെ നമുക്ക് വാർത്തെടുക്കണം. ഒരു കരുത്തുറ്റ ഹിന്ദു സമൂഹത്തെ വാർത്തെടുക്കണം. ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ പോലും ഇനി ഒരു മാനസികമായി തളരുന്ന ഒരാളെയും നമുക്ക് കാണാൻ സാധിക്കരുത്. ഏത് പ്രതിസന്ധികളെയും പുഞ്ചിരിച്ചുകൊണ്ട് ജീവിതത്തിൽ ഭഗവാന്റെ പ്രസാദമാണ്, പരീക്ഷണങ്ങളാണ്, അല്ലെങ്കിൽ അത് വിധിയുടെ ഓരോ പൂർവ്വജന്മങ്ങളുടെയൊക്കെ അനുഭവങ്ങളുടെ ബാക്കിയാണ്. അതൊന്നും എന്നെ ബാധിക്കുകയില്ല. എൻ്റെ വഴി ഇതാണ്, ഭഗവാന്റെ വഴിയാണ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. മറ്റുള്ളവർക്കും അതിനുള്ളൊരു വഴി പകർന്നു കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആ കരുത്തിൻ്റെ മനസ്സുകൾ വാർത്തെടുക്കാൻ ഗുരുവായൂരപ്പൻ്റെ ഈ സന്നിധിയിൽ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഭാഗവതത്തിലൂടെ സാധിക്കും. അതിന് ആചാര്യന് വെളിച്ചം കാണിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് സത്യം പരം ധീമഹി എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും നിർത്തട്ടെ. ഹരി ഓം, പ്രണാമം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യജ്ഞസഫലതയായി സ്വാമിജിയുടെ അമൃതമയമായ വാക്കിനെ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. സ്വാമിജിക്ക് വൈഷ്ണവാദരം സമർപ്പിക്കുന്നതിന് വേണ്ടി പ്രകാശ്ജിയെയും വൈഷ്ണവം അഡ്മിന്മാരെയും ക്ഷണിക്കുകയാണ്. അതോടൊപ്പം ചെറിയൊരു ചടങ്ങ് കൂടി സ്വാമിജിയുടെ കൈകൊണ്ട് നിർവഹിക്കാൻ വേണ്ടിയിട്ട് വിനയപരിസരം അഭ്യർത്ഥിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ വളരെ അവശത അനുഭവിക്കുന്നതായ രോഗാതുരമായ ജീവിതം നയിക്കുന്ന ഒരു സഹോദരിക്കുള്ള ഒരു ചികിത്സാ സഹായം സ്വാമിജിയുടെ കൈകൊണ്ട് സമർപ്പിക്കുകയാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കോഴിക്കോട് ജില്ലാ പ്രതിനിധി ശ്രീ അരവിന്ദാക്ഷൻ സാറോടും അഭ്യർത്ഥിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ